വില്ലാളി വീരന്മാരായ അർജുനന്റെയും കർണന്റെയും വൈരത്തിന്റെയും പോരാട്ടത്തിന്റെയും കഥകൾ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വന്തം ജ്യേഷ്ഠ സഹോദരനായ കർണന്റെ മകനെ ജീവനതുല്യം സ്നേഹിച്ച് വളർത്തി ഒരു വലിയ യോദ്ധാവാക്കി മാറ്റിയ അർജുനൻ എന്ന സ്നേഹനിധിയായ മനുഷ്യനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ ആ കഥ ഇങ്ങനെയാണ്. കുരുക്ഷേത്ര യുദ്ധത്തിൽ താൻ വധിച്ചത് തന്റെ ജ്യേഷ്ഠ സഹോദരനെയാണ് എന്ന് മനസ്സിലാക്കിയ അർജുനൻ ദുഃഖം താങ്ങാനാകാതെ പൊട്ടിക്കരയുകയും യുദ്ധഭൂമിയിൽ തളർന്നിരിക്കുകയും ചെയ്തു. അപ്പോഴാണ് അർജുനൻ അറിഞ്ഞത് കർണൻ ഭരിച്ചിരുന്ന കർണന്റെ അംഗരാജ്യത്ത് കർണന്റെ ഏറ്റവും ഇളയ മകൻ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെ അർജുനൻ നേരെ അംഗരാജ്യത്തേക്ക് പോവുകയും കർണന്റെ ഏറ്റവും ഇളയ മകനായ വൃഷകേതുവിനെ ഹസ്തിനപുരത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു. തന്റെ ജീവനേക്കാളേറെ വൃഷകേതുവിനെ സ്നേഹിച്ച അർജുനൻ വൃഷകേതുവിനെ ആയോധന വിദ്യകൾ അഭ്യസിപ്പിക്കുകയും ഒരു മികച്ച യോദ്ധാവാക്കി മാറ്റുകയും ചെയ്തു. മാത്രമല്ല, താൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന തന്റെ മകനായ അഭിമന്യുവിന് പകർന്നു നൽകാത്ത ദിവ്യാസ്ത്രങ്ങൾ പലതും വൃഷകേതുവിനെ പഠിപ്പിച്ച അർജുനൻ ഈ ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗം മറ്റാർക്കും പകർന്നു കൊടുക്കരുതെന്ന് ഉപദേശിച്ചു. കാരണം തന്റെ ജ്യേഷ്ഠ സഹോദരനെ ഉൾപ്പെടെ അനേകായിരങ്ങളുടെ ജീവനെടുത്ത ആ ദിവ്യാസ്ത്രങ്ങളുടെ പ്രയോഗം വൃഷകേതുവിനോടുകൂടി ഇല്ലാതാകട്ടെ എന്ന് അർജുനൻ ആഗ്രഹിച്ചു. കാലങ്ങൾക്ക് ശേഷം പാണ്ഡവർ രാജ്യഭാരം ഉപേക്ഷിച്ച് തീർത്ഥാടനത്തിന് പുറപ്പെട്ടപ്പോൾ ഹസ്തിനപുരത്തിന്റെ രാജാവായി പരീക്ഷത്തിനെയും, അതായത് അഭിമന്യുവിന്റെ മകനായ പരീക്ഷത്തിനെയും, ഇന്ദ്രപ്രസ്ഥത്തിന്റെ രാജാവായി കർണന്റെ മകനായ വൃഷകേതുവിനെ നിയമിച്ചെങ്കിലും വൃഷകേതു അത് സ്വീകരിച്ചില്ല. തന്റെ പിതാവായ കർണന്റെ അംഗരാജ്യത്തെ രാജാവായിരിക്കാനാണ് വൃഷകേതു താല്പര്യപ്പെട്ടത്. അങ്ങനെ വൃഷകേതു അംഗരാജ്യത്തിന്റെ രാജാവായി കാലങ്ങളോളം തുടരുകയും ചെയ്തു. അതിരിക്കട്ടെ, ഇനി പറയൂ, കർണനോടുള്ള ആരാധനയുടെ പേരിൽ അർജുനനെ വെറുക്കേണ്ട കാര്യമുണ്ടോ?